ചേട്ടാ നമസ്കാരം. നമസ്കാരം. രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യസ്നേഹികൾക്കും ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഒരു ലോഡ് വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം 103 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. റെക്കോർഡ് പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നടത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഡ്രസ്സ് ചെയ്തു. ഡോളറിന്റെ കാര്യം അഡ്രസ്സ് ചെയ്തു. ലോക രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഭീഷണികളെ കുറിച്ച് അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. പ്രധാനമായും ട്രംപിന്റെ താരിഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഡോളറിനെയൊക്കെ അദ്ദേഹം വലിച്ചു കീറി ഒട്ടിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ എന്താണ് പ്രധാനമന്ത്രി തന്റെ ഈ 103 മിനിറ്റുള്ള പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ചുകൂടെ ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ വ്യോമസേന കേന്ദ്ര സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സാധാരണ വ്യോമസേന അങ്ങനെ കടുത്ത നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാത്തതാണ്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ നിർദ്ദേശം എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് വ്യോമസേനയ്ക്ക് 114 റഫാൽ വിമാനങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പോൾ വേണം. നമ്മുടെ രാജ്യം വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നേരിടാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മുന്നോടിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഈ 114 റഫാൽ വിമാനങ്ങൾ വേണമെന്ന് വ്യോമസേന പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 32 ക്വാഡ്രൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ യുദ്ധവിമാനങ്ങളുടെ ക്വാഡ്രൻസ്, ഒരു ക്വാഡ്രനിൽ 18 മുതൽ 20 വരെയുള്ള വിമാനങ്ങൾ. ഈ ക്വാഡ്രൻ 32.5 എന്നുള്ള ഈ ക്വാഡ്രൻ 29 ആകും. കാരണം നമ്മളെ മിഗ് വിമാനം ഇപ്പൊ വിട പറയുകയാണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 17 എന്തോ വലിയൊരു വിടവാങ്ങൽ ചടങ്ങോടെയാണ് മിഗ് വിമാനത്തിനെ പറഞ്ഞയക്കുന്നത്. നമ്മൾ ഇനി അത് നമ്മുടെ മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ 114 വിമാനങ്ങൾ വേണം. കാരണം ഇന്ത്യ ഒരു ദ്വിമുഖ ഒരു വാർ ഫ്രണ്ട് തുറക്കാൻ പോവുകയാണ്. ഒന്ന് പാകിസ്ഥാനുമായിട്ട്, അത് ഉടനെ ഉണ്ടാകുമെന്ന് ഒരു സൂചന വ്യോമസേന തരുന്നുണ്ട്. രണ്ടാമത് ചൈനയുമായിട്ട്. ചൈന അപ്പുറത്ത് ഇത് നമുക്ക് തുറക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ചൈനയുടെ അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ സീരിയസ് ആണ്. കാരണം ചൈനയുടെ അവിടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട്. ഇത് അവിടെ നമ്മുടെ വടക്ക് കിഴക്കിനടക്കം വലിയ ഭീഷണിയായിട്ട് ഉയരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ 32.5 സ്ക്വാഡ്രണിൽ നിന്ന് 49 സ്ക്വാഡ്രനാക്കി ഇതിനെ ഉയർത്തേണ്ട ആവശ്യകതയുണ്ട്. കുറെ നാളായിട്ട് നമ്മളിത് പറയുന്നു. പക്ഷേ കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി കാര്യങ്ങൾ അങ്ങനെ ഇഴച്ചു നീക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാട് നടത്തി 114 വിമാനങ്ങൾ അടിയന്തരമായി ഞങ്ങൾക്ക് കിട്ടണം എന്ന ഒരു കർശന നിർദ്ദേശം വ്യോമസേന നരേന്ദ്രമോദിക്ക് മുന്നിൽ വച്ചിരിക്കുകയാണ്. അപ്പോ ആദ്യം മോദിയുടെ പ്രസംഗം, രണ്ടാമത് വ്യോമസേനയുടെ ഈ മിന്നൽ നീക്കം, ഇത് രണ്ടും എങ്ങനെ കാണും? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2 റെക്കോർഡുകളാണ് ബ്രേക്ക് ചെയ്തത്. ഒന്ന്, കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയ പ്രസംഗം ശ്രീ മൻമോഹൻ സിംഗ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ 4 സ്ഥാനങ്ങൾ, അതായത് ആദ്യത്തെ 1ാം സ്ഥാനം ശ്രീ നെഹ്റു, അദ്ദേഹം 17 തവണ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ളത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു, 12 തവണയായിരുന്നു. ശ്രീ മൻമോഹൻ സിംഗ് 11 തവണയായിരുന്നു. മോദി 10 ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ മൻമോഹൻ സിംഗിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഇത്തവണ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഓൾറെഡി തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയിൽ രണ്ടാമൻ ആരെയെന്ന് വെച്ചാൽ ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. 2029 ശേഷം അദ്ദേഹം 2 വർഷം കൂടി ഭരിച്ചാൽ നെഹ്റുവിന്റെ റെക്കോർഡും മറികടക്കപ്പെടും. പക്ഷെ അത് സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അത് മാത്രമല്ല, അദ്ദേഹം ദീർഘനേരം സംസാരിച്ച റെക്കോർഡ്, അതായത് ചെങ്കോട്ടയിൽ നിന്ന് ദീർഘനേരം സംസാരിച്ച റെക്കോർഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ തന്നെയുള്ള റെക്കോർഡാണ്. അത് വീണ്ടും അദ്ദേഹം ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇത്തവണ 103 മിനിറ്റ് ആക്കി ഉയർത്തിയിരിക്കുന്നു. രണ്ടാമത്തെ റെക്കോർഡും അദ്ദേഹത്തിന് തന്നെയുള്ളതാണ്. അദ്ദേഹത്തിന്റെ പഴയ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യം കേൾക്കാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന കാര്യങ്ങളെല്ലാം അക്കമിട്ട് അദ്ദേഹം പറയുന്നത് തന്നെ അത് ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ മാറുന്ന ഒരു സൂചിക, അല്ലെങ്കിൽ മാറുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം, ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് പോവാം. അതിനെല്ലാത്തിനും അദ്ദേഹം ലിങ്ക് ചെയ്താണ് എല്ലാം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഡോളറിനെയും പൗണ്ടിനെയും കൂടുതൽ ആശ്രയിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ശക്തമായ ഒരു കൂട്ടായ്മ അണിയറയിൽ റെഡിയാണ് എന്നുള്ളത് മാത്രമല്ല, അവരവരുടെ നാണയത്തിൽ തന്നെ വിനിമയം നടക്കും എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ട്രംപിന് പരോക്ഷമായിട്ടല്ല, നേരിട്ടുള്ളൊരു താക്കീത് തന്നെയാണ്. അദ്ദേഹം ട്രംപ് ഭയക്കുന്നത് ഡോളറിന് ഭീഷണിയായിട്ട് നാളെ ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരുമെന്നൊരു ഭീഷണിയാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നു. ഡോളറും പൗണ്ടും നമുക്ക് ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാം
എന്ന് പറയുന്നു, ഒന്നാമത്തെ കാര്യം. ഉം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് വില കുറഞ്ഞ എന്നാൽ ക്വാളിറ്റി മെച്ചമായ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി നമ്മൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, RSSനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചെങ്കോട്ടയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി RSS എന്ന സംഘടനയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ NGO ആണ്. ഇതുവരെ ഈ 100 വർഷത്തിനിടയിൽ 11 ലക്ഷം സ്വയം സേവകർ ആ സംഘടനയ്ക്ക് നഷ്ടമായി. അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുൻപോട്ട് പോകുന്ന വേളയിൽ അതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇവിടെ നൽകുന്നൊരു വ്യക്തമായ സന്ദേശം, ഇനി മുൻപോട്ടുള്ള ഈ സ്വദേശിവൽക്കരണമായാലും ഇല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റുകളായാലും അതിനെല്ലാം തന്നെ ഒന്നിച്ച് RSSുമായി ചേർന്ന് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് അദ്ദേഹം ഇതിൽ കൂടെ കൃത്യമായി തന്നെ പറയുന്നു. ഞാൻ RSSന്റെ തന്നെ രീതിയിലാണ്, അല്ലെങ്കിൽ RSSനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് താൻ പോകുന്നത് എന്നൊരു ക്ലിയർ ആയിട്ടുള്ള. അതെന്തുകൊണ്ടാണ് ബിജു ചേട്ടാ ഇത്തവണ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും എടുത്തു പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും? കാരണം ഇത്രയും നാൾ അദ്ദേഹം ചെങ്കോട്ടയിൽ പ്രസംഗിച്ചിട്ട് RSS എന്ന് പറഞ്ഞ വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. എന്താണ് അതിന്റെ പിന്നിലെ ചേതോവികാരം? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, RSSന്റെ 100ാം വാർഷികം ആഘോഷിച്ചു തുടങ്ങുകയാണ്. ഈ വർഷം നവംബർ മാസം മുതൽ അടുത്ത വർഷം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ വിപുലമായ പരിപാടികളാണ്. അതിന് മുന്നോടിയായിട്ട് ഉള്ള ഒരു ഇതാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത ആഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ഈ ആഘോഷങ്ങളുടെ ഒരു മൂർധന്യാവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് മാത്രവുമല്ല, ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ പ്രധാനം സ്വദേശിയായിരിക്കും. കാരണം സ്വദേശി ജാഗരണ മഞ്ച് എന്ന് പറയുന്ന RSSന്റെ തന്നെ ഒരു സംഘടനയാണ് ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ 2009 മുതൽ സജീവമായി തന്നെ അത് വളരെ 2009 അല്ല 1999 കാലഘട്ടം 96 99 മുതൽ അത് വളരെ സജീവമായി തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുടുംബശ്രീക്കാർ സോപ്പ് പൊടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ സ്വദേശി ജാഗരണ മഞ്ചായിരുന്നു അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം സോപ്പ് നിർമ്മാണവും ഒക്കെ. കാരണം എനിക്കറിയാം, ഞാൻ ആ സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ നോർത്തിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ നാട്ടുകാരുണ്ടാക്കുന്ന സോപ്പ് അന്ന് ഇതുപോലെ ഇപ്പൊ നമ്മുടെ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന പോലെ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അതിന്. അതിന്റെ സോപ്പ്, അതുപോലെ തന്നെ ഈ വാഷ് ചെയ്യുന്ന സോപ്പും ഒക്കെ നമുക്കിവിടെ എത്തിച്ചിട്ട് നമ്മളത് വീടാന്തരം കയറി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അവരുടെ തന്നെ നേതൃത്വത്തിൽ അനവധി സൂപ്പർ മാർക്കറ്റുകൾ കേരളത്തിലടക്കം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ പല സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വന്തം കാര്യങ്ങൾ, അത് തുണികൾ അടക്കം ഉള്ളവ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പൊ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുക, അതിന് RSS കണക്കൊരു സംഘടന, കാരണം ലോകത്തെ തന്നെ വലിയ NGO സംഘടനയാണ് എന്ന് നരേന്ദ്രമോദി തന്നെ പറയുമ്പോൾ നമുക്കും അതിനകത്ത് എതിരഭിപ്രായങ്ങളൊന്നും തന്നെ, വളരെ ശക്തമായ ഒരു സംഘടനയാണ്. അപ്പൊ അവരാ സ്വദേശി ജാഗരണ മഞ്ചിന്റെ കൂടെ, അന്ന് സ്വദേശി ജാഗരണ മഞ്ചിന്റെ കൂടെ BMSഉം ABVP ആയിരുന്നു. അതിന്റെ കൂടെ അന്ന് ഈ ABVPയും BMSഉം ഒക്കെ മാത്രമായിരുന്നു സ്വദേശി ജാഗരണ മഞ്ചിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം ഒരുപാട് മാറിയിരിക്കുന്നു. BJP ഇന്ന് വലിയ രീതിയിൽ തന്നെ വളർന്നു വന്നിരിക്കുന്നു. ഒപ്പം തന്നെ RSSഉം അതിന്റെ അനുബന്ധ സംഘടനകളും എല്ലാം തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് വളരെ വേഗം ഒരു പ്രചാരം ലഭിക്കും. മുൻപ് എന്ന് പറഞ്ഞാൽ സ്വദേശി ജാഗരണ മഞ്ചിന്റെയൊക്കെ ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാണ് പോകുന്നതെങ്കിൽ ഇന്ന് ഏറെക്കുറെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, സാംസങ് അല്ലല്ലോ, ബെൻസ് അല്ലല്ലോ, മറ്റേതല്ലല്ലോ, അതെല്ലാം ഇന്ത്യയിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞ കാര്യം, അതിൽ ഇന്ത്യക്കാരന്റെ വിയർപ്പുണ്ടോ അധ്വാനമുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് ആളുകൾ തിരിയുന്നു. ഇത് വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, പഴയതുപോലെയല്ല. കാരണം ഇന്നിപ്പം സോഷ്യൽ മീഡിയ അടക്കം അതിനൊരു വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാലമാണ്. കാരണം സോഷ്യൽ മീഡിയ കൂടെ അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വീടാന്തരം കയറിയുള്ള പ്രചരണമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യവുമില്ല. കാരണം സോഷ്യൽ മീഡിയ അടക്കം വന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ, കാരണം അതിപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ബ്രാൻഡാക്കി ഉയർത്തി കാണിച്ചാൽ അദ്ദേഹം അനവധി കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരം കൈത്തറിയൊക്കെ പുള്ളി അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടില് ഈ കരകൗശലക്കാരുടെ കളിപ്പാട്ടമൊക്കെ ഇന്ന് ലോകത്തിന്റെ ഒരു വലിയ വിൽപ്പന ചരക്കാക്കി പുള്ളിക്ക് മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഒരു നിമിഷം വിചാരിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യക്കാരന്റെ മനസ്സിപ്പോൾ പഴയ കണക്ക് സായിപ്പിൻ്റെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്തവരാണ്. കാരണം അതേ ക്വാളിറ്റിയിലുള്ള സാധനം ഇവിടെയുമുണ്ട്, ഇല്ലെങ്കിൽ അതിന് കിടപിടിക്കത്തക്ക കാര്യങ്ങൾ ഇവിടെയുമുണ്ട്. ഇന്ന് റേഞ്ച് റോവർ പോലെയുള്ള ലാൻഡ് റോവർ പോലെയുള്ള അവരുടെ കമ്പനിയൊക്കെ ഇന്ന് ടാറ്റയെ പോലുള്ള ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ അതിനൊരു വലിയ ഇതുണ്ട്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാജ്യം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സാഹചര്യം. ഇവിടെ വിഘടനവാദികളും അതുപോലെ തന്നെ
ഭീകരപ്രവർത്തനവും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണയോടുകൂടി തന്നെ വലിയൊരു കലാപത്തിനൊരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ രാജ്യം വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതിൽ എടുത്തു പറഞ്ഞ രണ്ടാമത്തെ കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞത് വലിയൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. 2035 കൂടി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, ദേവാലയങ്ങൾ, ഇവർക്ക് സുദർശന ചക്ര, മിഷൻ സുദർശന ചക്ര എന്ന് പറഞ്ഞിട്ട്, നിലവിൽ നമ്മൾ S-400 സുദർശന ചക്ര എന്നാണ് പേരിട്ടതെങ്കിൽ ഇതല്ല. നമ്മളുടെ ഗോൾഡൻ ഡോം ഉണ്ടല്ലോ അമേരിക്കയുടെ, അതിന് അമേരിക്കയുടെ ഗോൾഡൻ സമാനമായിട്ട് ടോം, അതെ അതെ. ഗോൾഡൻ ഡോം പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ഒരു കൊടയ്ക്ക് കീഴിൽ, ഒരു സുരക്ഷിതമായ കൊടയ്ക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ സംവിധാനം അണിയറയിൽ ഒരുങ്ങുന്നു. അത് വ്യോമ പ്രതിരോധ 2035 സംവിധാനം അല്ലേ? വ്യോമ പ്രതിരോധ സംവിധാനം ഒപ്പം തന്നെ ഒരുങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജെറ്റ് എഞ്ചിനുകൾ നമ്മൾ നിർമ്മിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അതിന്റെ നിർമ്മാണം നമ്മൾ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം പല ഘട്ടങ്ങളിലാണ്. കാവേരി എഞ്ചിന്റെ മറ്റൊരു ഭാഗം, ജെറ്റ് എഞ്ചിൻ, അങ്ങനെ എല്ലാം ത്വരിതഗതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഇനി ബഹിരാകാശത്ത് സ്വന്തമായിട്ട് നമുക്ക് 2047 തോന്നുന്നു അതോടുകൂടി സ്വന്തമായി നമുക്കൊരു ബഹിരാകാശ നിലയം ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കൃത്യവും വ്യക്തവുമായ ഒരു പ്ലാനിങ് ആണ്. നമുക്കറിയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട്, അതിൻ്റെ ഒരു പകുതിയെങ്കിലും ചെയ്തു വെച്ചിട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല കേട്ടോ, അത് അവരുടെ മന്ത്രിസഭയിലെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നിതിൻ ഗഡ്കരി വന്നിട്ട് പത്രസമ്മേളനത്തിൽ ഒരു വണ്ടിയെ കുറിച്ചോ റോഡിനെ കുറിച്ചോ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ഏതാണ്ട് 3/4 പങ്ക് പണിയും തീർത്തു വെച്ചിട്ടേ പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ രാജ്യത്തൊരു ഇലക്ട്രിക്കൽ ഹൈവേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണത്. ഡൽഹി ടു നാഗ്പൂർ, അതായത് നമുക്ക് ഇത് വേണ്ട, ഡീസലും പെട്രോളും ഒന്നും വേണ്ടാതെ ഈ ഹെവി ഗുഡ്സ് ഉണ്ടല്ലോ, മറ്റേ ലോറികൾ, ചരക്ക് കൊണ്ടുപോകുന്ന ട്രക്സ്, ആ ട്രക്കുകൾക്ക് ഒരു ആന്റീനെ വെച്ചിട്ട്, ഒരു ഏരിയയിൽ വെച്ചിട്ട് ഈ പാതയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് ഡൽഹി ടു നാഗ്പൂർ വരെ ഒരു ഹൈവേ ആണ്. ആ ഹൈവേയുടെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഹൈവേ വരുന്നു, ഇതുകൊണ്ട് ഇനിയിപ്പം ഇത് വേണ്ട, ഭയങ്കരമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് കുറയും. കാരണം ഇത് കറണ്ടിലാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന കറണ്ട് അല്ല, ഈ മറ്റേ ട്രെയിനൊക്കെ, ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന കണക്കാണ്, ഒരു ഏരിയയിൽ വഴിയാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് ലോകത്ത് ആദ്യമായിട്ട് വന്നത് ജർമ്മനിയിലാണ്. 13 കിലോമീറ്റർ ആയിരുന്നു ജർമ്മനിയിലെ റോഡിന്റെ നീളം. പക്ഷെ ഇത് 1300 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇലക്ട്രിക്കൽ ഹൈവേ ആണ്. ഇപ്പൊ അതിന് പണി പൂർത്തിയാകാറായി. എനിക്ക് തോന്നുന്നത് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹം അതിന്റെ പണി ഏതാണ്ട് ഒരു 70% കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള മന്ത്രിമാരാണ്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജെറ്റ് എഞ്ചിൻ നമ്മൾ പൂർണ്ണമായിട്ട് സ്വന്തമായി നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ ഇന്നിരുന്ന് പറഞ്ഞിട്ട് നാളെ മുതലേ പണിയിട എന്ന് പറയുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ പണി ഏതാണ്ടൊക്കെ തീർന്ന് പകുതി കഴിഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം അത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 2035 നമ്മൾ ഈ ഗോൾഡൻ ഡോം പോലൊരു സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഇപ്പോഴേ തന്നെ അതിന്റെ പണികൾ ഏകദേശം തുടങ്ങി പകുതിയെങ്കിലും ആയിട്ടുണ്ടാകണം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കും എന്ന് പറഞ്ഞ 6 മാസം കഴിയുമ്പോൾ അന്തർവാഹിനികൾ നീറ്റിലിറങ്ങാറുണ്ട്. അപ്പൊ എന്തായാലും 6 മാസം കൊണ്ട് അന്തർവാഹിനി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇതൊക്കെ നേരത്തെ തന്നെ പണിപ്പുരയിൽ റെഡിയായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. മൂന്നാമതൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ധനുഷ അതിനകത്ത്, അതായത് ട്രംപുമായിട്ടുള്ള വ്യാപാര ചർച്ച ഇനി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കാർഷിക മേഖലയിലും പാലുൽപാദന മേഖലയിലും ലോകത്തെ 1-ാം നമ്പർ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആ മേഖലയിൽ ഞാനൊരു മതില് പോലെ നിൽക്കും, ഇതിൽ കടന്നു കയറാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ട്രംപിന്റെ സ്വപ്നങ്ങളെല്ലാം പൊടിയുന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. കാരണം വ്യാപാര കരാറിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത് നമ്മുടെ കാർഷിക ക്ഷീരോത്പാദന മേഖലയായിരുന്നു. ആ മേഖലയിലേക്ക് കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അഥവാ കടന്നു കയറണമെങ്കിൽ താരിഫ് വർധനയോടുകൂടി മാത്രമേ കടന്നു കയറാനും കഴിയും. അവിടെ 0 താരിഫിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കാനായിരുന്നു ട്രംപ് അടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ട്രംപ് അലാസ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് പറഞ്ഞത്, ഈ ഇന്ത്യക്ക് ഞാൻ ഈ ചർച്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ താരിഫ് ഡബിൾ ആക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനും കൂടെ കണക്ക് കൂട്ടിയിട്ടായിരിക്കണം മോദി ഇപ്പം മറുപടി പറഞ്ഞത്. ഈ ഒരു കാര്യത്തിനാണെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കാൻ പോലും വരണ്ട എന്ന് പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് ആ ഒരു കാര്യവും ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യദിന പരേഡിൽ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അലാസ്കയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ട്രംപിന് പോലും വലിയ വിജയപ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത്
25% മാത്രമേ എനിക്ക് ഈ ചർച്ച വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. ആദ്യത്തെ ഒരു 2 ഉം. മിനിറ്റിനുള്ളിലൊക്കെ തന്നെ അറിയാൻ പറ്റും ചർച്ച വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു കരാർ ട്രംപ് വേറൊരു കഴിഞ്ഞ വലിയൊരു മാസം അവകാശവാദം കൂടെ നടത്തിയിട്ടുണ്ട്. അതായത് ആ, മോദിയെ തൊട്ടത് കൊണ്ടാണ് പുടിൻ ചർച്ചയ്ക്ക് തയ്യാറായത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഞാൻ ഒരു മടിയും തോന്നിയില്ല കേട്ടോ. ഇന്ത്യ തൊട്ടത് കൊണ്ടാണ് പുടിൻ തയ്യാറായത്, പുടിൻ വീഴും അതെ 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 എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ അതെ. പുടിനെ ഭയപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ആദ്യം നിങ്ങളുടെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയെ ഞാൻ തകർത്തു, ഇനി അടുത്ത ഒന്നാമനെയും തകർക്കും, ചൈനയും തകർക്കും കൂടെ പക്ഷേ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ ട്രംപിന്റെ ഒരു 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 പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എന്താ ചോദിച്ചിട്ടാ, പുള്ളി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പുള്ളിക്ക് നടത്താൻ പറ്റായികയൊന്നുമില്ല. പുള്ളിക്ക് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം സ്റ്റോപ്പ് ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യാം. അമേരിക്കയുടെ ഒരു പവർ വെച്ച് പുള്ളിക്ക് ഇപ്പോൾ ഇസ്രായേൽ ഗാസ യുദ്ധം സ്റ്റോപ്പ് ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യാം. പുള്ളിക്ക് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഒപ്പിടാം, എല്ലാം ചെയ്യാം. പക്ഷെ പുള്ളി ഇത് ചെയ്യാനായിട്ട് അവലംബിക്കുന്ന രീതിയാണ് പ്രശ്നം. അതായത് ഫോർ എക്സാമ്പിൾ, പുള്ളി ഇപ്പോഴും പുടിൻ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുമ്പോഴും ട്രംപ് പുടിനോട് പറയുന്നത്, എടാ ഈ ചർച്ച എങ്ങാനും പരാജയപ്പെട്ട വലിയ പ്രത്യാഘാതം ഉണ്ടാകും. ഇത് കേൾക്കുന്ന ആർക്കായാലും ചൊറിഞ്ഞു വരില്ലേ? അപ്പൊ പുടിൻ പറയും, നീ പോടാപ്പില്ലേ, ഞാൻ എന്റെ പാട്ടിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാക്കകത്ത് കിടക്കുന്ന നാക്കാണ് പ്രശ്നം. ഉദാഹരണത്തിന് നരേന്ദ്രമോദിയുടെ അടുത്ത് വരുമ്പോഴും വ്യാപാര കരാർ നമുക്ക് തൽക്കാലം ഒപ്പിടാം, എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നെഗോഷിയേഷൻ നടത്താം, ഇപ്പൊ ഒപ്പിടുന്നിടത്തോളം ഒപ്പിടട്ടെ. അങ്ങനെയല്ല പുള്ളി സംസാരിക്കുന്നത് നിന്റെ രാജ്യത്തിലോട്ട് നിന്റെ കർഷകരെ എല്ലാം എടുത്തു കളഞ്ഞ് പേറ്റന്റ് അടക്കം ഞങ്ങൾക്ക് തന്ന് ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ആസനത്തിൽ കൂടെ ഞാൻ കുന്തം കയറ്റും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇയാളുടെ ഈ വായിൽ കിടക്കുന്ന നാക്കാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടാനൊരു വകുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നോബൽ കമ്മിറ്റി ഇയാൾ ഭീഷണിപ്പെടുത്തുകയാണ്, എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പറപ്പിച്ച് കളയും. ഇതാണ് പുള്ളിയുടെ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നാക്കേ. അല്ല, അതെന്താന്ന് വെച്ചാൽ ഈ പണ്ട് തൊട്ടുള്ള ഒരു അമേരിക്കൻ രീതിയുണ്ട്. അതായത് ഉം. വരുതിക്ക് നിൽക്കാതെ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക, അടിമകളാക്കുക എന്നുള്ളത്. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അത് ഉം. കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരു 10-20 കൊല്ലമായി, 10-15 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട്. ഉം. ട്രംപിന് അത് ഉം. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഉം. പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അതെ. മുനീറിനെ അമേരിക്ക കൊണ്ടുപോകുന്നു. മുനീർ അവിടുന്ന് കുറെ ഡയലോഗുകളൊക്കെ അടിക്കുന്നു. ഒപ്പം ഉം. തന്നെ ഉം. ട്രംപ് പറയുന്നു, ഞാൻ താരിഫ് ഉയർത്തും, അതാണ് ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ വന്ന മറ്റൊരു വാർത്ത, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഈ UK-യുമായി ഒപ്പുവെച്ചതുപോലെ ഒരു ഫ്രീ ട്രേഡിംഗ് താരിഫ് ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നവംബറിലാണ് അതിൽ ഒപ്പുവെക്കുന്നത് എന്നാണ്. ഉം. അതായത് ഇപ്പൊ ഉം. ഉം. അമേരിക്കയിലോട്ട് കയറിപ്പോകുന്ന ഉൽപ്പന്നങ്ങൾ പല വഴിക്കായിട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ് അത് ലക്ഷ്യം വെക്കുന്നത്. മറ്റൊരു വലിയ യെസ്. വാർത്ത എത്തുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ഇപ്പോൾ പണപ്പെരുപ്പത്തിന്റെ തോത് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് അടുത്ത അതെ. മാസം ആകുമ്പോഴേക്കും വളരെ ശക്തമാകുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഉം. ഏതായാലും ഉം. അത് അവരുടെ കാര്യം, അത് അവരനുഭവിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ട്രംപിന്റെ ധാർഷ്ട്യത്തിന് വഴങ്ങില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. ഈ ചർച്ച ഉം. പൊളിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്തായിരിക്കും പറയുന്നത്? ട്രംപ് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്ത്യക്കെതിരെ കുറച്ച് താരിഫ് കൂടുതൽ വെക്കും. അപ്പോഴും ഉം. ചൈനയെ തൊടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പുള്ളിയുടെ ഒരു വിളഞ്ഞ ബുദ്ധി പോകുന്നത്, പാകിസ്ഥാനെ കൂടെ നിർത്തി ചൈനയെ തലോടിക്കഴിഞ്ഞാൽ ചൈന തൽക്കാലം നിൽക്കുമോ ഇല്ലേ, നിൽക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ ചൈനയ്ക്ക് ഉം. കറക്റ്റ് കാര്യം അറിയാം. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ശമനം മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ എന്നും ബ്രിക്സിനെ ഉം. തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും. പക്ഷെ ഇപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഇതിലും നല്ലൊരു ചാൻസ് ഇനി വേറെ കിട്ടാനില്ല. അമേരിക്കയും ഡോളറിനും ഒക്കെ പണിയാൻ കിട്ടുന്ന ഏറ്റവും ഗോൾഡൻ, ഇത് ഞാൻ പറയുന്നതല്ല, അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ തന്നെ, റിട്ടയർഡ് ആയവരും മറ്റുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്ന ലേഖനമാണ്. അതിൽ പറയുന്നുണ്ട്, ഉം. 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 ഇതുപോലൊരു ചാൻസ് ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. കാരണം ഉം. ഇപ്പം നമുക്ക് അമേരിക്കയ്ക്കെതിരെയും ഡോളറിനെതിരെയും ഫൈറ്റ് ചെയ്യാൻ ഒന്നിച്ച് നിൽക്കാൻ കിട്ടിയ നല്ല ചാൻസാണ്. അത് അതെ അതെ അതെ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബ്രസീല്, ഇന്ത്യ, ചൈന, റഷ്യ ഇവരാരും തന്നെ ഒരു കാര്യവും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഉം. പുതിയൊരു അവതാരം കൂടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അത് ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയയും ചില ഉം. ഭീഷണികളുമായിട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് അതെ. നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം, ഏതായാലും ഈ ചർച്ച എങ്ങും എത്തില്ല. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറെ പുളുവടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പുട്ടിനെ, പുട്ടിൻ ഉം. 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 വരണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. ഏതായാലും രാത്രിയോട് കൂടി ഉം. തന്നെ അറിയാൻ കഴിയും പുട്ടിൻ എത്ര ബോംബ് ഉക്രൈനെ മുകളിക്കൊണ്ടിട്ടെന്നുള്ളത്. അപ്പം അത് മറ്റൊരു കാര്യം. ഇത് ഇങ്ങനെ നിൽക്കുന്ന കാര്യം, ഇതിനിടയിലാണ് ഇന്ത്യൻ വ്യോമസേന 114 റഫേൽ വിമാനങ്ങൾ ഉടൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇന്ത്യ ഇത് സംബന്ധിച്ച് ഇന്നലെ ഫ്രാൻസിന് കത്ത് നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഉം. കരാർ നീണ്ടുപോയി കഴിയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഈ കരാർ റേറ്റ് പറയുമ്പോൾ, നമ്മൾ കരാർ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് പിന്നെയും വ്യത്യാസപ്പെടും. അതെ. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞത്
എത്രയും പെട്ടെന്ന് നിങ്ങളത് നൽകിയേ മതിയാകൂ എന്നൊരു കർശന നിർദ്ദേശം ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസിന് നൽകിയിട്ടുണ്ട് എന്നാണ് പുതിയ വിവരം. കാരണം നമ്മൾ നമ്മുടെ ഈ വ്യോമസേനയെ മറ്റും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അത് മാത്രവുമല്ല, നമുക്ക് ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മുടെ കരസേനാ മേധാവി, നമ്മുടെ മന്ത്രിമാരും എല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. അപ്പൊ ഏതായാലും ഒരു അടി പൊട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണത്. അത് എപ്പോൾ എവിടെ വെച്ച് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനോട് പറഞ്ഞതിന് ട്രംപിന് ഉള്ള മറുപടിയുമുണ്ട്, രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച മറുപടിയുണ്ട്. ഇനി വലിയ ചോദ്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകർ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ഡൗട്ടിനും കൃത്യമായിട്ട് പുള്ളി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഡോളറിനും പൗണ്ടിനും മുമ്പിൽ മുട്ടിലഴയില്ല, അതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകില്ല. രണ്ടാമത്തെ കാര്യം, കാർഷിക മേഖല കടന്നു കയറാൻ തന്നെ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുമായിട്ട് ഒരു സമരസപ്പെട്ടു പോകുന്ന രീതിയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പകരം ഇങ്ങോട്ട് മുട്ടാനാണെങ്കിൽ അങ്ങത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, നമുക്ക് അങ്ങനെ തന്നെ മുൻപോട്ട് പോകാം, ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്താ തയ്യാറല്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ ട്രംപ് ഇത്തരം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഇരുന്ന ബൈഡൻ ആയാലും ഒക്കെ കുറെയൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷെ ട്രംപ് അങ്ങനെയല്ല, ഒരു ധാർഷ്ട്യക്കാരനായ ഒരു ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ച താനൊന്ന് വരട്ടുമ്പോഴത്തേനും ഇന്ത്യ വരളും. പിന്നെ താൻ കുറെ ഫണ്ട് ഇറക്കി കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള ചില NGOകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇന്ത്യയിൽ കലാപത്തിന് കോപ്പ് കിട്ടുമെന്നൊക്കെ. ഇവിടെയാണ് നരേന്ദ്രമോദി പറഞ്ഞ RSSന്റെ സ്വാധീനവും അല്ലെങ്കിൽ പ്രാധാന്യവും എടുത്തു കാണേണ്ട ഒരു കാര്യം. കാരണം നാട്ടിൽ പഴയതുപോലെ ആയിരിക്കത്തില്ല, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പോലെ ആയിരിക്കത്തില്ല. രാജ്യം ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായി തന്നെ ഈ രാജ്യത്തെ ചില NGOകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പല പല പേരുകളിൽ രംഗത്തിറങ്ങും. എന്താ പറയുന്നത്, കുറച്ചാളെ ധർമ്മശാല പൊക്കി പിടിച്ചൊന്നും നടന്നു. ഇപ്പൊ ധർമ്മശാലയിൽ നിന്ന് ആകെ കെട്ടിയ 2 അസ്ഥിയാണ്, ഒരു പുരുഷന്റെയാണ്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വാർത്ത 1.5 വർഷം മുമ്പുള്ളതാണെന്നാണ് പറയുന്നത്. 1998 മുതൽ 2014 വരെ 100 കണക്കിന് വരെ കുഴിച്ചിട്ടവന്റെ അവസ്ഥ നമുക്കതൊന്ന് എടുക്കണം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തേ പറ്റൂ. നമ്മള് പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു വാക്കാണ്, ഞങ്ങളിത് വിട്ടുപോയില്ല, ഞങ്ങളിത് വിട്ടുകളയില്ല എന്ന്. പലരും അതെടുത്ത് കത്തിച്ചു, അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവർ വിട്ടു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു വാർത്തകളും വിട്ട് കളയാറില്ല. ഇനി രണ്ടാമത്തേലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല്, നരേന്ദ്രമോദി ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നു എന്ന്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു വലിയ വാർത്ത കൂടെ എത്തുന്നുണ്ട് ധനുഷ. അവിടുന്ന് ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് കൂടെ വരുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തിയതിന് പിന്നാലെ ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വരുന്നു ആണെങ്കിൽ അതൊരു വലിയ വാർത്തയാണ്. ഒപ്പം തന്നെ ലോകത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം, ഒരു വലിയ കരാർ, ഒരുപക്ഷെ അതിനുള്ള ഒരു തുടക്കം, ഒരുപക്ഷെ കരാർ ഒപ്പിടില്ലായിരിക്കാം, കരാറിന്റെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ചൈനയിൽ ഉണ്ടാകും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, ഇന്ത്യയും ചൈനയും ഒന്നിച്ചെന്നാൽ ലോക വ്യാപാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയാണ്. അതായത് ഇവര് തീരുമാനിക്കും എവിടെ പോകണം, എങ്ങനെ വിൽക്കണം, എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന്. ഈ 2 രാജ്യങ്ങളോട് തീരുമാനിച്ചാൽ മാത്രം ലോക വിപണിയുടെ 27% ഈ 2 രാജ്യത്തിന്റെ ഇത് മാത്രം കിടക്കും. ബ്രിക്സ് രാജ്യങ്ങളോട് എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 50% ബിസിനസ് കിടക്കുന്നത് ഈ ബ്രിക്സ് രാജ്യങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ ഇവർ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ സാധനത്തിന് ഇതാണ് റേറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഇനി നിങ്ങളുടേതില്ലെങ്കിലും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. അത് തെളിയിച്ചിട്ടുള്ളതാണ്. 1998 ഇന്ത്യക്കെതിരെ ഉപരോധമായിരുന്നു. ഇപ്പൊ താരിഫല്ലേ ഉള്ളൂ, ഉപരോധമായിരുന്നിട്ട് എന്താണ് സംഭവിച്ചത്? അന്ന് സോഷ്യൽ മീഡിയ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ കൊക്കക്കോളയും പെപ്സി ഉൾപ്പെടെ ഇടിഞ്ഞുവിടുന്ന നാട് വിടേണ്ടി വന്നില്ലേ? അപ്പോ ഇന്നത്തെ കാലത്ത് എന്തായിരിക്കും, അതിനേക്കാൾ ദുരവസ്ഥയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ട്രംപ് എടുത്തു മുറിച്ചിട്ട് പറയാണ്, നിങ്ങളിട്ട് ഇനി ഒരു കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം പൂട്ടുന്ന അവരുടെയാണ്, നമ്മുടെ അല്ല. നമുക്ക് നഷ്ടം വരും, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി നമ്മുടെ കേരളത്തിൽ നടക്കും, ഒരുപാട് ഈ ചെമ്മീനും മറ്റുമൊക്കെ കയറി പോകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഇത് വരും. അത് ഏത് വിഷയങ്ങൾക്കും തൽക്കാലം ഒരു പ്രശ്നം വരില്ല. ഒരു ബോംബ് വന്ന് വീണാലും അവിടെ നമുക്ക് കുറെ അപകടങ്ങൾ ഉണ്ടാകും, കാഷ്വാലിറ്റീസ് ഉണ്ടാകും. പക്ഷെ പിന്നീട് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. എന്ന് പറഞ്ഞതൊക്കെ ഈ ഉപരോധങ്ങളെ, ആയുധം തരാതിരുന്നതിന്, ഭക്ഷണം തരാതിരുന്നതിന്, അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളെ ദ്രോഹിച്ച അമേരിക്കയുടെ നീക്കത്തിനൊക്കെ നമ്മൾ മറികടന്ന് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ട്രംപിന്റെ ഇവിടെ അത് കണ്ട് കോൾമയിൽ കൊള്ളുന്ന ഒരു പിടി ആളുകളുമുണ്ട്. ട്രംപ് ഇപ്പൊ മൂക്കി വലിച്ചു കയറ്റും, ഇന്ത്യയെ പത്താകത്ത് തുന്നം പാടും, ഇന്ത്യ നാശിക്കുക. അവരുടെ ധാരണ വെച്ചാൽ അവര് ചരിപ്പിക്കുന്നതാണ് കാണുന്നത്. അല്ല, ആ ഒരു കാലഘട്ടമൊക്കെ പോയി. NGOകൾ ഫണ്ട് ചെയ്യുന്നതും ഈ എന്താ പറയുക ടൂൾ കിറ്റിന്റെ കാലം പോയി. ഇന്ന് ആ ടൂൾ കിറ്റ് ചെയ്തവരെ കൈകാര്യം ചെയ്യാനായിട്ട് ജനം തന്നെ തയ്യാറായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതായാലും നമുക്ക് എന്തായാലും ഈ ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് വിശദമായിട്ട് ബാക്കി ചെയ്യാം. ഏതായാലും നമ്മൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം.